കയറി നിൽക്കാനോ ഇറങ്ങിപ്പോകാനോ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ നിന്ന് പോകും. അവിടെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അവിടെയാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തി കൊടുക്കുന്നത്. വിദ്യാഭ്യാസം ഉള്ളവരെയും ഇല്ലാത്തവരെയും സമൂഹം കാണുന്നത് ആ നിലയിലാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരും ലോകത്ത് ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വരുന്നുണ്ടാവോ? ലാലു പ്രസാദ് യാദവ് നിങ്ങൾക്ക് അറിയാവോ? ലാലു പ്രസാദ് യാദവ് അറിയില്ലേ? ആരാ? മുൻ റെയിൽവേയുടെ മിനിസ്റ്റർ ആയിരുന്നു. ഇന്ത്യയിൽ തന്നെ റെയിൽവേ ഏറ്റവും കൂടുതൽ ലാഭത്തിൽ നയിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മിനിസ്റ്റർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന അറിയപ്പെടലിന്റെ ആളാണ് ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ആൾ. ലാലു പ്രസാദ് യാദവ് IIM അലഹാബാദിലെ ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. IIM എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇന്ത്യയിലെ MBA അഡ്മിനിസ്ട്രേഷൻ പഠിക്കുവാനുള്ള ഏറ്റവും വലിയ സ്ഥാപനമാണ് IIM. ആ IIM-കൾ ഒരുപാടുണ്ട്. ആ IIM-കളിൽ ഏറ്റവും നല്ല IIM ആണ് അഹമ്മദാബാദ്. ഈ അഹമ്മദാബാദ് IIM-ലെ ഗസ്റ്റ് ഫാക്കൽറ്റിയാണ് ആര്? ലാലു പ്രസാദ് യാദവ്. ലാലു പ്രസാദ് യാദവിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? 4ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് ലാലു പറയുന്നു, പഠിച്ചിട്ടില്ല എന്ന് ബീഹാർ ഗവൺമെന്റ് പറയുന്നു. ഇതാണ് അയാളുടെ വിദ്യാഭ്യാസം. ബീഹാർ ഗവൺമെന്റ് പറയുന്നത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്കൂളിൽ പോകാറുള്ളതെന്ന്. ഈ ആളാണ് IIM-ന്റെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് പോകുന്നത്. രണ്ടാളുകളെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ റിട്ടയർമെന്റ് ആഘോഷിക്കുന്ന രണ്ടാളുകൾ. ഒന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇപ്പൊ അയാളുടെ അവസ്ഥ എന്താ? അവസ്ഥയൊന്നുമില്ല, ആളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. IIT-യിലെ ഗസ്റ്റ് ഫാക്കൽറ്റിയാണ് ആര്? APJ അബ്ദുൽ കലാം. IIT ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് പഠിക്കുവാനുള്ള ഏറ്റവും നല്ല സ്ഥാപനമാണ് IIT. IIT-യുടെ മദ്രാസിലെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ടാണ് ഇപ്പോൾ APJ അബ്ദുൽ കലാം നിലനിൽക്കുന്നത്. APJ അബ്ദുൽ കലാം IIT-യുടെ ഗസ്റ്റ് ഫാക്കൽറ്റിയും ലാലു പ്രസാദ് യാദവ് IIM-യുടെ ഗസ്റ്റ് ഫാക്കൽറ്റിയുമാണ്. ഈ രണ്ട് ആളുകളും ഇന്ന് ലോകത്ത് ഇന്ത്യയിൽ ഇപ്പോഴുണ്ട്. ഇതിൽ ആരുടെ പേര് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു ബഹുമാനം തോന്നുന്നത്? APJ അബ്ദുൽ കലാം അല്ലേ? ലാലുവിന് ഇന്ത്യയെ അല്ലെ ലോകത്തേക്ക് മറിച്ചിട്ടാലും നമുക്ക് നടന്നത് വിദ്യാഭ്യാസ 4ാം ക്ലാസ് അല്ലേ? ഇവിടെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അവിടെയാണ് വിദ്യാഭ്യാസത്തിന് പ്രസക്തി ഉണ്ടാവുന്നത്. അവിടെയാണ് സർട്ടിഫിക്കറ്റുകൾക്ക് കൂടുതൽ ക്വാളിറ്റി ഉണ്ടായി വരുന്നത്. അവിടെയാണ് സോഫ്റ്റ് സ്കില്ല് കൂടി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അങ്ങനെയാവുമ്പോൾ എഡ്യൂക്കേഷൻ ആണ് നമ്മെ നയിക്കേണ്ടത്. അവിടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രസക്തിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ആ മേഖലകളിൽ മാത്രമേ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ചർച്ച ചെയ്ത് പോകാം. ഒന്ന്, ഒരുപാട് മേഖലകൾ 29,000-ഓളം കരിയറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബുകളല്ല എന്ന് പറയും. കരിയർ എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ട് എന്നോട് ചോദിക്കാം. പക്ഷെ ഞാൻ കുറെ ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞു തരാം. അതിൽ നിന്നോ അതല്ലാതെ വേറെ ഏതെങ്കിലും മേഖല നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ, 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആകാൻ പോകുന്ന ഫീൽഡ്, ആ മേഖലയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഡിസ്കസ് ചെയ്യാം. ഒന്ന്, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ചില മേഖലകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ്. ഇന്ന് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എത്ര ആളുണ്ട് അവിടെ? അങ്ങനെ ആളുകളെ എൻട്രൻസ് എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട്? അങ്ങനെയും ആളുകൾ. പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര ആളുണ്ട്? ഓക്കെ. എനിവേ, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതിന് നമുക്ക് പല രീതിയിൽ കാണാം. ഇപ്പോ ITI എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആണ്, പോളിടെക്നിക് എഞ്ചിനീയറിംഗ് ആണ്, BTech എഞ്ചിനീയറിംഗ് ആണ്, MTech എഞ്ചിനീയറിംഗ് ആണ്, റിസർച്ച് എഞ്ചിനീയറിംഗ്, ഇതെല്ലാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിങ് ആണ്. ഇപ്പൊ ITI-യിലാണെങ്കിൽ 7ാം ക്ലാസ് ജയിക്കുകയോ 10ാം ക്ലാസ് തോൽക്കുകയോ ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ പോലും നമുക്ക് എന്തുണ്ട്, ITI-യിലെ നോൺ മെട്രിക് ട്രേഡ് ഉണ്ട്, നോൺ മെട്രിക് ട്രേഡ്, മെട്രിക് ട്രേഡ്, പോളിടെക്നിക് ഡിപ്ലോമ, ദെൻ BTech ഡിഗ്രി, ഇങ്ങനെയൊക്കെ തുടങ്ങി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ഏരിയ ഉണ്ട്. അവിടേക്ക് അതിന്റെ സ്ഥാപനങ്ങൾ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓടാം എന്ന് പറഞ്ഞു. എല്ലാ എഞ്ചിനീയർമാർക്കും ജോലി കിട്ടണമെന്നില്ല, എല്ലാ എഞ്ചിനീയർമാർക്കും സമൂഹത്തിൽ അറിയപ്പെടണമെന്നില്ല, എല്ലാ എഞ്ചിനീയർമാർക്കും അറിയപ്പെടലിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇപ്പോൾ JEE ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ IIT-യിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ദെൻ ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ NIT-യിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പൊ IIT, കേരളത്തിൽ IIT എവിടെയാണുള്ളത്? കേരളത്തിൽ IIT എവിടെയാണ്? കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് അറിയാമോ? അങ്ങനെ സംഭവം ഉണ്ടോ ഇന്ത്യയില്? ഉണ്ടല്ലേ? കേരളത്തിൽ IIT എവിടെയാണ്? എറണാകുളത്ത്.